ഹലോ ഗായ്സ്, നമ്മൾ പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഡയമണ്ട് ആർമർ ആവണ ക്ലിപ്പ്. ഓക്കെ, നമുക്കിപ്പം 44 ഡയമണ്ട് ഗായ്സ്. നിൻ്റെ എത്ര ഉണ്ട് രാജി? 30 19 ഡയമണ്ട് അവൻ്റെയിലും. ഞങ്ങൾക്ക് 2 ഫോർച്യൂൺ 3 കിട്ടി, പക്ഷെ ഡയമണ്ട് ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 4-5 അയൺ പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കി, XP കൂട്ടി, ഫോർച്യൂണോ എഫിഷ്യൻസി വാങ്ങി. അല്ല ഡോജി, ഒക്കെ പെട്ടെന്ന് ഇറങ്ങും. നമ്മളൊന്ന് ആർമർ ഉണ്ടാക്കാം. 3 ബ്ലോക്ക്. 2 പേരുള്ള ആറിന് ഇതൊന്നും ഒന്നുമല്ല. നമുക്ക് നല്ല ചിലവ് വരും. അല്ല ഡോജി? ഓക്കെ, ആർമർ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ടൂൾസ്. ഗൈസ്, എങ്ങനെയാണ് നമ്മുടെ ഡയമണ്ട് ആർമർ, ഫസ്റ്റ് ഡയമണ്ട് ആർമർ? അപ്പോൾ ഗൈസ്, നിങ്ങൾ ഡയമണ്ട് ആർമർ ആവണൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോജി അണ്ണൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ഇല്ല. ടോജി കുറച്ച് നേരം കഴിഞ്ഞ് എത്തുമായിരിക്കും. അപ്പോൾ ഞാൻ ഫാം ഉണ്ടാക്കി, ഡയമണ്ട് ആർമറും ആയി, നമ്മുടെ ഫോർച്യൂൺ പിക്കാക്സും കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് എൻജോയ് ചെയ്യണം. നമുക്ക് നല്ല എൻജോയ്മെന്റ് വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ടോജി വന്നിട്ട് ടോജിയുടെ നമുക്ക് എൻജോയ് ചെയ്ത് കൊടുക്കാം. പക്ഷെ എൻജോയ്മെന്റ് ഒക്കെ കിട്ടാൻ നല്ല ടൈം എടുത്തു. അത് കാരണം നല്ല ബോറായിരിക്കും ആ സമയം നിങ്ങൾക്ക് കണ്ടിരിക്കാം. അതുകൊണ്ട് ഞാൻ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയണ്ടോ. അപ്പോൾ നമ്മൾ എൻജോയ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻജോയ്മെന്റിൽ ഹെൽമെറ്റിൽ റെസ്പിറേഷൻ പ്രൊട്ടക്ഷൻ 4, മറ്റേ ചെസ്റ്റ് പ്ലേറ്റിൽ പ്രൊട്ടക്ഷൻ 4, അൺബ്രേക്കിംഗ് 3, ലെഗിൻസിൽ ത്രോൺസ് 1, പ്രൊട്ടക്ഷൻ 3, അൺബ്രേക്കിംഗ് 3, കാലില് പ്രൊട്ടക്ഷൻ 4. അത്രേ നമുക്കുള്ളൂ. പിന്നെ സോഡിൽ ഓക്ക് ബാക്കും ഷാർപ്പ്നെസ് 4ഉം, പിക്കാക്സിൽ അൺബ്രേക്കിംഗ് 3, സിൽ ടച്ച് എഫിഷ്യൻസി 4, ആക്സിൽ ഷാർപ്പ്നെസ് 3ഉം, ഷവലിന് എഫിഷ്യൻസി 3ഉം, എഫിഷ്യൻസി 4, അൺബ്രേക്കിംഗ് 3ഉം, ഫോർച്യൂൺ 2ഉം. ഇത്രയാണ് നമ്മൾ ഒപ്പിച്ചേക്കണത്. പറഞ്ഞു ഓ ടോജി ഉണ്ടാക്കി തീരാറായോ? ചെറിയ ഫാം അത്. അന്ന് 2-3 ഉണ്ടാക്കി. എടാ, ഇത്ര വീടിന് മുന്നിൽ കൊണ്ടുവന്ന് വെക്കാടാ. സീഡിൽ വല്ലതും ഉണ്ടാക്കി വെക്കാൻ പാടില്ലായിരുന്നു. എന്തിലാവട്ടെ. നമുക്ക് ഇതിന്റെ അപ്പുറത്ത് വല്ലതും ഞാൻ പോയിട്ട് വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കാൻ പോവാ. എന്തായാലും ഡീപ് സ്ലേറ്റ് കുറെ ഇരിപ്പുണ്ട്. നമ്മൾ അവിടെ പോയി മൈൻ ചെയ്തതിന്റെ എഫിഷ്യൻസി ഉള്ള കാരണം പണിയൊക്കെ പെട്ടെന്ന് നടക്കൂലേ. നമ്മൾ ഇവിടെ കുറച്ച് പ്ലെയിൻസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിരിക്കും നമ്മൾ ഫാം ഉണ്ടാക്കാൻ പോണത്. പിന്നെ ട്രേഡിംഗ് ഹാള് ഇച്ചി അപ്പുറത്തായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഉണ്ടാക്കാൻ വിചാരിച്ച് നിൽക്കുന്നത്. ഇതിലാവട്ടെ ഡോജി. അതെ അതെ, അവന്മാര് ചത്തോടാ, വെറുതെ വിട്. അയൺ എന്തൊക്കെ പണിയായി കിടക്കണേ. എനിക്കൊരു ലാബക്കറ്റ് ആണല്ലോ. ഇനിയിപ്പോ അവിടെ വരെ പോണ്ടേ? നെതർന്ന് കിട്ടോ? സേഫ് ആണോ? നെതറില് ലാവയുള്ള ഭാഗം ഇല്ലടാ നമ്മുടെ സ്പോണിന്റെ അവിടെ. എല്ലായിടത്തും ഞാൻ കാണുന്ന സംഭവം. എന്നാ ഞാൻ റിസ്ക് എടുക്കണോ? എന്റെ കുറച്ചെങ്കിലും പവർ ഉണ്ട്. നമുക്ക് പവറൊന്നുമില്ല. അപ്പൊ എടുത്തിട്ട് പാ. ഇല്ല 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 ഇല്ല, ടൈറ്റിൽ എന്തൊക്കെയോ നടക്കണ്ടല്ലോ. എന്താ നീ വീഡിയോ ഞാൻ വീഡിയോ ഇറക്കുമ്പോ നീ വീഡിയോ കണ്ടാ മതി. ഇതെന്തുവാ? പ്രൊട്ടക്ഷൻ 4 ഞാൻ ചത്ത്. എടാ, ഓവർവേൾഡ് മൊത്തം നെതറിൽ വന്നേക്കണ്. കോഴി 2 2 പിഗ്, ഒരു ഷീപ്പ്, 2 കൗവ്, 2 പിഗ്, ഒരു ഹോയ്സ്, പിന്നെ 4-8 ജോംബി, ഒരു സ്കെൽട്ടൺ, എൻഡർമാന്. എടാ, നീ വീഡിയോ നോക്കൂ. എന്നെ സീരിയസ് ഒരാളെ പോലും ഞാൻ ഇല്ലാത്ത പറഞ്ഞില്ല.
എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ട്. ഉണ്ട് ഉണ്ട്. റൈഡ് 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 ഒന്ന് വിളിച്ചാ അല്ലൊരു നോക്കുമ്പോ കാര്യം ഒന്നിനും പറയാം, കാണുന്നില്ല. നെതറി കയറി നെതറിലേക്ക് വാ, വേഗം വാ. ഫുഡില്ല. അണ്ണ ഇത് ഒറ്റന്ന് പോരേ. അവിടെ ഐ കുതിരണ്ണ നീ കേറിയാ? ഉള്ളുണ്ടല്ലോ. എന്തോരം പേരാ നോക്കി. കിടക്കുന്നേ എന്താ മൃഗശാലയോ? ബക്കറ്റാ ബക്കറ്റാ. പോണേ. ഇത് കൊറച്ച് ഇതും വേണം. ഇതിന് പേരെന്താ? കോട്സ്. കോട്സാ? എന്നാ നിങ്ങി ഒയ്യോ, ഒരു ബക്കറ്റ് ലാവ നേരെ ലാവയിലേക്ക് തന്നെ പോടാ. സ്പേസ് ഉണ്ടോ നോക്കണ്ട മനുഷ്യാ, നിന്നെ ഞാൻ കൊല്ലൂടാ. ഒരു ബക്കറ്റ് അങ്ങനെ പോയി, ചുമ്മാ പോയി. അയ്യോ, അയണുണ്ടോ? വീട്ടിലേക്ക് പോകാനുള്ള വഴി. അയ്യോ അയ്യോ ഗാസ്റ്റ്, ഇവനെങ്ങനെയാടാ ഇവിടെ സ്പോണായേ? ഇവിടെ നമ്മ പോർട്ടലിന്റെ അവിടെയാ. പോർട്ടലിന്റെ അവിടെ അല്ല, ഇത് മറ്റേ ബാസ്റ്റിന്റെ ഉള്ളില്. ഒന്നും പറയാനല്ലോ. ഞാൻ എടുക്കാൻ വന്നേ ലാഡർ. എനിക്കെന്നാണ് അയ്യോ കുഞ്ഞല്ലാത്ത കാസ്റ്റാ. പൊളിക്കൊന്നും ഇവിടെ ബോംബ് എറിയണ അതിലിട്ട് എറിയണത്. ഓജി അറിയില്ല. ഇതിന്റെ അടക്കിയത് പുറകെ തൊട്ട് അടിക്കണോ? ഒന്നേ ഒരടി എടുത്തപ്പോ തെറിച്ചതേ പോണു. ഗാസ്റ്റിലേക്ക് വന്നു. ഗാസ് ടിയർ കിട്ടുമോ നോട്ടെ. ഇല്ലടാ, ഗാസ് ടിയർ കിട്ടില്ല, കുറച്ച് ഗൺ പൗഡർ കിട്ടി. അതെങ്കിലും കിട്ടിയില്ലേ? ഇവിടെ 4 ഉണ്ടാക്കി. എഫിഷ്യൻസിയുടെ മരുമഴ. ഉണ്ടാക്കിണ്ടല്ലോ. ആ കുഴി നോക്കണ്ട. ഇതില് ചിക്കൻ ഇടും. ചിക്കൻ മുട്ട ഇട്ടിട്ട് അങ്ങോട്ട് ഡിസ്പെൻസ് ചെയ്യും. കുട്ടി ഉണ്ടായിട്ട് കുട്ടി വലുതാകുമ്പോ കുട്ടികള് വലുതായിട്ട് പൊരിഞ്ഞു ചാവും. മനസ്സിലായോ? ടെക്നോളജിയാ. ഇനി കുറച്ച് കോഴികളെ പിടിക്കാനുണ്ട്. ലാഭ ബക്കറ്റ് എനിക്ക് തന്നില്ലേ? കിട്ടിയില്ല. പുറത്തിട്ടാ അടുത്ത ലാഭക്കറ്റ് നീ പണിയൊക്കെ ചെയ്തതിനിട്ട് പറഞ്ഞാൽ മതി, ഞാൻ അപ്പം കൊണ്ടുവരാം. ഉണ്ടാക്കാം. ഹോ ചെയ്യാം. 1 2 3 4. കിട്ടി. 2 വില്ലേജസിന്റെ ഉള്ളിൽ കേറി. സന്തോഷിക്കല്ലേ? കന്യാകുമാരി പിടിച്ചിട്ടുണ്ടായി. അയ്യോ, സാഡിൽ എവിടെ നിന്ന് കിട്ടിയിരിക്കേ? ഞാൻ ഉണ്ടാക്കി. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? കൊണ്ടൊക്കെ നടക്കുന്നത് എന്റെ മയിൽ വാഹനം. അയ്യോ, ഇത്രയും നല്ല വില്ലേജസിനെ എന്റെ മൈൻക്രാഫ്റ്റ് കരിയറിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സുതിയൊക്കെ കണ്ടിട്ട് എന്റെ വില്ലേജ് എന്താ ഇങ്ങനെയെന്ന് ചോദിക്കണ്ടാവും. ഇനി ഉമ്മാർക്ക് പുറത്തിറക്കാൻ പറ്റില്ല, പക്ഷെ സോംബികൾക്ക് എടുക്കാൻ പറ്റില്ല.
ഓക്കെ, ഇനി നമുക്ക് ട്രാപ്പ് ഡോറിൻ്റെ ആവശ്യമുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ 2 കുഴിക്കാം. അയ്യോ, 1 കൂടി കുഴിക്കണം. എടാ നമുക്ക് മുകളിൽ നെതർ ഹബ്ബ് സെറ്റ് ചെയ്യണം ഇനി. അത് ഓഫ് ക്യാമറ ചെയ്യാലേ? സോറി ബക്കറ്റിങ് എന്നാ ഇവിടെ എന്നാ ബക്കറ്റിങ്. എനിക്ക് ലാവ ബക്കറ്റ് വേണ്ട. ഇനിയും പോകണ്ടേ അങ്ങോട്ട് നശിച്ച സ്ഥലത്തേക്ക്? ഓക്കെ, ബക്കറ്റ് കിട്ടിയിരിക്കുന്നു. കുഴിയില് ഈ ഗ്ലാസ് മേലത്തെ ഗ്ലാസിന്റെ അവിടെ ഒഴിക്കണ? ഒഴിച്ചു. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. കത്തിയാ? ആ, കത്തിയില്ല. വലുതാവുമ്പോ കത്തും. വലുതാവുമ്പോ കത്തും. ടെക്നോളജിയാ. നിങ്ങളെ കൊറേ ബ്രീഡ് ചെയ്തിട്ട് വേണം. അത് നമുക്ക് പതുക്കെ ബ്രീഡ് ചെയ്യാം. നീ ആദ്യം വന്ന് എന്നെ സഹായിക്ക്. നോക്കി, ഇവിടെ ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബക്കറ്റ് വെള്ളം കൂടി അവിടെ കൊണ്ടു വഹിച്ചാൽ മതി. വില്ലേജിൽ കണ്ണും തുറപ്പിച്ചോണ്ട് ഓർഡർ. അയ്യോ, കൊല്ല നോക്കണോ? ഹാപ്പി ആയില്ലേ ബ്രോ? പിന്നെ രക്ഷിച്ചില്ലാതെ നീ എന്തായി? ഒന്നല്ലെങ്കിൽ സോംബി വില്ലേജർ, അല്ലെങ്കിൽ തീ കത്തിച്ചെത്താനെ. മനസ്സിലായോ? അപ്പയാണ് ബഹുമാനം വേണമെന്ന് പറയണത്. ഓക്കെ, ജീവിച്ചോ, പോയി പെട്ടിക്കകത്തുള്ളതാണെങ്കിൽ നിന്നെ നിങ്ങൾക്ക് ഉപകാരമുള്ള ഇവിടെ അധികം ബോൺവീൽ ടോജി കൂടി ഉണ്ടായിരുന്നു. ഈ ചെറുപ്പമായിരുന്നു. എന്തായി? ഫാമ തീർന്നു. തീർന്നോ? പക്ഷെ ഞാൻ റീചാർജ് ചെയ്തു. ഇന്ന് റീചാർജ് ചെയ്തു. കറണ്ട് പോയപ്പോ തന്നെ റീചാർജ് ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ കിട്ടും. കേറിക്കോ. ആ, എടുത്ത് പേടിച്ച്. ഓക്കെ ബ്രോ, ഒന്ന് മാറി നിന്നായിരുന്നെങ്കിൽ എനിക്കൊരു പരിപാടി ചെയ്യായിരുന്നു. ആ, ഓക്കെ, സെറ്റ്. ഫാം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അതെ. എല്ലാത്തിനെയും കൊന്നോ? അല്ലെങ്കിൽ സൈക്കോ ഡോജി. ഓക്കെ, ബ്രെഡ് 45 ബ്രെഡാണ് ഞങ്ങളെ. മര്യാദ പണിയെടുത്തോളണം. ഓക്കെ. അല്ല, അയ്യോ, ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് നെതർ ഹബ്ബ് പറ്റിയണ്ടേ? അത് ഓഫ് ക്യാമറ ചെയ്യാം. അതന്നെ അറിയോ? ഓ, പണ്ട് നമ്മളെ സുധിയണ്ണ പറഞ്ഞിട്ട് നമ്മള് കണ്ടിക്കണ്. ഞാൻ അവനെ കണ്ടിട്ടാണ് സുധിയനെ കണ്ടേ. ഓ, എന്റെ ഫേവറേറ്റ്. സുധീനൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു അവന്റെ വീഡിയോസ്. അവ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു യൂട്യൂബർ അല്ല, നല്ല കിടിലൻ യൂട്യൂബർ. ഇനിയിപ്പോ ഇങ്ങനെ മേലെ ബെഡ് വെക്കും. മേലെ വെച്ചോ, ക്രൗച്ച് ചെയ്ത് വെക്കാൻ പറ്റൂല. ബെഡ് എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്? പറ്റൂല. ഒരു മിനിറ്റ് മാറിക ചാടാൻ പറ്റൂല. ഈ വില്ലേജർ എന്താ അൾട്രാ എഫിഷ്യന്റ് ആണല്ലോ.
അല്ലേ കാണാ 1 മണിക്കൂറിൽ ഒറ്റന്നൊക്കെ വരുന്നു. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? ഇതിന്റെ കൂടെ എല്ലാ മുട്ട മന്ത്രിച്ചിട്ടോടാ എന്റെ ഫാമെന്ന്. ഇല്ല അതിന്റെ ആവശ്യം നമുക്കില്ല. ഒരു ചിക്കനെങ്കിലും ആയോ നോക്കട്ടെ. ഒരു ചിക്കനായി. ഇല്ല എടാ ഫെദർ മാത്രം വന്നു, ചിക്കൻ വന്നില്ല. തിന്നീർത്ത് പറയണ്ടാ. അയ്യോ ഉണ്ടച്ചി മോനെ അടിക്കാൻ വരുന്നടാ. ആരാ? ഒരു കൊച്ചുണ്ട. സത്യം കൊണ്ട് ഞാൻ അടിച്ചു തെറിപ്പിച്ചു വെച്ചു. പിന്നെ ഒരുപാട് കോഴിയാക്കേണ്ട വരുമല്ലോ അപ്പൊ അല്ലേ? നല്ലോണം. അപ്പൊ ഗൈസ് നമ്മള് നമ്മുടെ ഫാം ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എന്നതാ ബ്രീഡർ. ഇനി ഞങ്ങൾ ഓഫ് ക്യാമറയിൽ ഇത് ഭയങ്കര ഒരു നഴ്സറിനേക്കാളും കൂടുതൽ ആൾക്കാരായിട്ടുണ്ട്. സ്കൂൾ തുടങ്ങാം നമുക്ക് ഇതിനെ കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അതും സെറ്റ് ചെയ്യാം. ബെഡ് നമ്മൾ ഇവിടെ ഫാമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ ചിക്കൻ ഫാം, അവിടെ ചിക്കൻ ഫാമും സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ ഫാമും ഒരെണ്ണമെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല, അവനൊക്കെ പറക്കിക്കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ചിക്കൻ ഫാമും പക്ക വർക്കിംഗ് ആണ്. അവൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുൾ ആർമർ എൻജോയ് ചെയ്തു. എൻ്റെ ആർമർ ഫുൾ എൻജോയ് ചെയ്തു. അത്യാവശ്യം നല്ല എൻജോയ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയും നല്ലത് കിട്ടണമെന്ന് നോക്കണം. ടോജിയുടെ എൻജോയ് ചെയ്യണം. ഓഫ് ക്യാമറയിൽ ഇരുന്ന് നമുക്ക് പോർട്ടലൊന്ന് സെറ്റ് ചെയ്യണം. നെതറിലേക്ക് റൂഫിൽ കൊണ്ടുവന്ന് പോർട്ടൽ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ഇനി ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്യുക. അടുത്ത് തന്നെ നമ്മുടെ മറ്റേ ഇതിൻ്റെ വീഡിയോയും വരണ്ടാവും, എന്തിൻ്റെ ഡെഡ്ലി SMBയുടെ. ഓക്കെ, അതിൽ ആർക്കൊക്കെ കയറാൻ പറ്റുമെങ്കിൽ കയറ്റാൻ ഞാൻ നോക്കാം. അതിൻ്റെ റൂൾസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ബൈ.